പ്രൈസ് ദി ലോർഡ്. ലൂക്ക് 13:8. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ചു വളമിടുവോളം ഈ ആണ്ടും കൂടി നിൽക്കട്ടെ. ഈ വചനം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഏതു കാലത്തും ഫലം കായ്ക്കുന്നതും തണലും കുളിർമയേകുന്നതുമാണ് അത്തിവൃക്ഷം. മർക്കോസ് 11:13 യേശു ഫലം തിരഞ്ഞു വന്നപ്പോൾ ഇലയല്ലാതെ ഒന്നും കാണാഞ്ഞിട്ട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ അത്തി വേരോടെ ഉണങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഉടയവൻ ഫലം തിരഞ്ഞു വരുമ്പോൾ ഏതു സമയത്തും ഫലമുണ്ടായിരിക്കേണ്ടുന്ന അത്തിവൃക്ഷങ്ങളാണ് ദൈവമക്കൾ. ഫലമില്ലാത്ത കോപപത്രങ്ങളായി നാം ഇരിക്കുമ്പോൾ തന്നെ ഉടയ്ക്കല്ലേ പിതാവേ, ഞാൻ ഇവർക്ക് വേണ്ടി ഉടഞ്ഞോളാം, തകർന്നോളാം, എന്നെ അழைക്കണമേ എന്ന് പുത്രൻ പറഞ്ഞു. രഹസ്യത്തിൽ 30 വർഷവും പരസ്യമായി 3.5 വർഷവും കിളച്ചു വളമിട്ട് തന്നെ ഏൽപ്പിച്ചവരെ പരിരക്ഷിച്ചു. അവർ വളർന്നു ഫലം കായ്ക്കുവാൻ, എല്ലാ കാലത്തും ഫലം നിറഞ്ഞു നിൽക്കുന്ന അത്തിവൃക്ഷങ്ങളായി തീരുവാൻ തൻ്റെ ഒടുവിലത്തെ ചോരയും നീരും വരെ വളമായി ചുവട്ടിലൊഴിച്ചു തന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു പുതിയത് ഉത്ഭവിക്കും പോലെ ആത്മനാഥൻ നമുക്ക് വേണ്ടി സകല പീഡയും സഹിച്ചു മരിച്ചുയർത്തു പിതാവിൻ്റെ ഇഷ്ടം അഥവാ വിശപ്പ് മാറ്റി ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ലൂക്ക് 13:7 ഞാൻ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന പിതാവിൻ്റെ ചോദ്യം. അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ച് പിതാവായ ദൈവത്തിൻ്റെ അനുമതി കാത്തു നിൽക്കുന്ന നാശദൂതനോട് കൽപ്പന പുറപ്പെടുവിക്കും മുമ്പ്, അരുത് പിതാവേ, ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിന്നോട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് അഭയാചന ചെയ്യുന്ന പുത്രൻ. എത്ര നാളായി നാം ഇത് കേൾക്കുന്നു? എത്രത്തോളം മാറ്റം നമ്മിലുണ്ടായി? യഥാർത്ഥ മാനസാന്തരം നമ്മിൽ സംഭവിച്ചിട്ടുണ്ടോ? വീണ്ടും ജനനത്തിലൂടെ യഥാർത്ഥമായും ഒരു ജനിതക മാറ്റമാണ് നമ്മിൽ സംഭവിക്കേണ്ടത്. കാട്ടൊലിവിൽ നിന്നും രൂപാന്തരപ്പെട്ട് സ്വാഭാവികമായ നാട്ടൊലിവിൻ്റെ ഫലമാണ് നാം പുറപ്പെടുവിക്കേണ്ടത്. ഈ പുതുവത്സരത്തിൽ 1 വർഷം കൂടി നിന്നോട്ടെ പിതാവേ എന്ന ശബ്ദം നാം ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ 12 മാസവും ഫലം കൊടുക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ വിശപ്പ് മാറ്റുന്ന നല്ല അത്തിവൃക്ഷങ്ങളായി മാറാൻ നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. മർത്യശരീരം വചനത്തിൻ്റെ ബലപുഷ്ടി വെളിപ്പെടുത്തുന്ന വളക്കൂറുള്ള മണ്ണായിരിക്കണം. പരിശുദ്ധാത്മാവാകുന്ന ആർദ്രതയുടെ ജലാംശം ചോരാതെ സൂക്ഷിച്ച് വ്യക്തികൾ, കുടുംബം, സഭ എന്നീ നിലങ്ങളിൽ നിന്ന് അനേകർ വളർന്നു ഫലം കായ്ക്കട്ടെ. ഈ ഫലം നോക്കി ഉറങ്ങാതെ മയങ്ങാതെ ഉടമസ്ഥനും നമുക്കുമിടയിൽ സദാസമയം മധ്യസ്ഥം പറയുന്ന ഒരു നല്ല തോട്ടക്കാരൻ നമുക്കുണ്ട്. ഇനിയും ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷങ്ങളെ ഈ നിലങ്ങളിൽ കാണുമ്പോൾ ഏറെ വേദനിക്കുന്നത് സ്വന്തം ശരീരവും രക്തവും നമുക്ക് വേണ്ടി വളമായി ജീവനായി നൽകിയ യേശുക്രിസ്തുവാണ്. ഇന്ന് നാം ആകുന്ന നിലകളിൽ നട്ടിട്ടുള്ള അനേകം തൈകളുടെ ഉത്തരവാദിത്വം അഥവാ തോട്ടക്കാരൻ്റെ ജോലി കൂടി നമുക്കുണ്ട്. ഇന്നലെ വരെ ഈ തോട്ടത്തിൽ നാം വെറും തൈകളായിരുന്നെങ്കിൽ ഇന്ന് അനേകർക്ക് ഫലം കൊടുക്കേണ്ടുന്ന അത്തിവൃക്ഷങ്ങളെ പാലിക്കാൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്ന തോട്ടക്കാരാണ് നാം. നമുക്ക് വേണ്ടി ഒടുവിലത്തെ രക്തം കൂടി വളമായി ഒഴുക്കിത്തുന്ന ആ നല്ല തോട്ടക്കാരൻ്റെ അനുകാരികളായി നമുക്ക് മാറാം. പരിശുദ്ധാത്മാവാകുന്ന ജലാംശം അല്പം പോലും ചോരാതെ മുളപൊട്ടാൻ പാകത്തിൽ നമ്മിൽ വീഴുന്ന വചനമെന്ന വിത്തിൻ്റെ 100 മേനി ഫലം കൊടുത്ത് ദൈവത്തിൻ്റെ വിശപ്പ് മാറ്റാം. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാകുന്ന ആ നദിയുടെ അരികിൽ സ്ഥിരതയോടെ നിന്ന് ഈർപ്പം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന തൈകൾക്ക് മാത്രമേ നല്ല ഫലം കൊടുക്കാനാവൂ. നമ്മെ സകലത്തിലും വഴി നടത്താൻ സ്വർഗം നിയോഗിച്ച പരിശുദ്ധാത്മാവായ ആ നല്ല കാര്യസ്ഥൻ്റെ കൈകളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ ഫലം കായ്ക്കാൻ തടസ്സമായി നമ്മിലുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അത് കേട്ട അനുസരണത്തോടെ നാം അത് പ്രമാണിക്കുമ്പോൾ നമ്മിൽ ഫലം കായ്ച്ച് അനേകർ വന്ന് വിശപ്പ് മാറ്റി ആശ്വാസം കണ്ടെത്തും. ദൈവനാമം മഹത്വപ്പെടും. ആ പരിശുദ്ധാത്മാവിൻ്റെ തണലിൽ നമുക്കൊരുമിച്ച് വളരാം. പ്രിയൻ്റെ വരവിൽ ഒരുമിച്ച് പറന്നുയരാം നിത്യതയിൽ. ഇതിന് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.